വിനോദയാത്രയ്ക്കിടെ ചിക്കമംഗളൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപം കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത ശ്രീനന്ദയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? അവൾ കാൽവഴുതി അഗാധമായ കൊക്കയിലേക്ക് വീണതാണോ? അതോ അജ്ഞാതമായ കാരണങ്ങളാൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണോ? ഈ സാധ്യതകളൊന്നും തള്ളാതെയാണ് പോലീസ് അന്വേഷണം. ആദ്യഘട്ടത്തിൽ മരണത്തിൽ ദുരൂഹത ഉന്നയിച്ച കുടുംബവും ഇത് അപകട മരണമാകാമെന്ന നിലപാടിലേക്കാണ് ഒടുവിലെത്തിയിരിക്കുന്നത്. മരണകാരണം തലയുടെ വലഭാഗത്തേറ്റ ഗുരുതര പരിക്കാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ കർണാടക പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. മരണകാരണം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ ഉടനീളം പരിക്കുണ്ട്, അസ്ഥികൾ പൊട്ടിയിട്ടുണ്ട്. പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലെ മറ്റു മുറിവുകൾ വീഴ്ചയിൽ മരച്ചില്ലയിലോ പാറയിലോ ഉരഞ്ഞ് സംഭവിച്ചതാകാമെന്നാണ് നിഗമനം. മറ്റു പരാതികൾ ഒഴിവാക്കാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും ചിത്രീകരിച്ചിരുന്നു. ശ്രീനന്ദ തെന്നി വീണതാണോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാനുള്ള സാധ്യത പോലീസ് തള്ളുകയാണ്. ജില്ലാ പോലീസ് മേധാവി ജിതേന്ദ്രകുമാർ ദയാമയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണവുമായി കുടുംബം പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. മരണത്തിൽ ആദ്യം ദുരൂഹത ഉന്നയിച്ച കുടുംബവും ഇത് അപകടമരണമാകാം എന്ന നിലപാടിലേക്കാണ് ഒടുവിലെത്തിയിരിക്കുന്നത്. ശ്രീനന്ദയുടെ മരണം അപകടത്തിൽപ്പെട്ടാകാമെന്ന് വല്യച്ഛൻ ശശികുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. കുട്ടി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ഇറങ്ങി ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് കണ്ട് തടഞ്ഞിരുന്നു. ഇവിടെ നിന്ന് വീണാകാം അപകടം സംഭവിച്ചതെന്നും മറ്റു ദുരൂഹതയില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ലൊക്കേഷൻ വ്യൂ പോയിന്റിൽ ഈ കുട്ടി ആ ബാരിക്കേഷന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചകത്ത് കയറ്റി. പിന്നെ അതിനുശേഷം ഈ കുട്ടി അവിടെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്ക് ഇത് അവിടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ മുകളിൽ വന്നപ്പോൾ ഈ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ ഇവരുടെ കൂടെ പോയി കാണുമെന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങൾ പാർക്കിങ്ങിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അവൾ മുമ്പേ പോയെന്ന് പറഞ്ഞതിൽ. പക്ഷെ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. മറ്റുള്ളവർ കയറിയപ്പോഴോ അല്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് കിട്ടിയ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു പക്ഷേ കുട്ടി വീണ്ടും അവിടെ പോയിരിക്കും. കാരണം കുട്ടി അവിടെ നിന്ന് ഡെപ്ത് നോക്കുമായിരുന്നു, അവിടെ എത്തി വരേണ്ട ഡെപ്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടി കയറ്റിയത്. അവിടെ 2-3 തവണ പിന്നെ പരിശോധന നടത്തി, പക്ഷെ അത്രയും താഴത്തേക്ക് ആഴത്തുള്ള പരിശോധന നടന്നില്ലായിരുന്നു. കർണാടക പോലീസിന്റെ അകമ്പടിയോടെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട് ഒറ്റപ്പാലം കടമ്പുഴപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. ശ്രീനന്ദയെ അവസാനമായി കാണാൻ നാടൊന്നാകെ വീട്ടിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് തിരുവില്ലാമല ഐവർ മഠം ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. കടമ്പഴിപ്പുറം സ്വദേശി രമേശിന്റെയും രോഹിണിയുടെയും മകളാണ് 15 വയസ്സുകാരിയായ ശ്രീനന്ദ. അവധിക്കാല വിനോദയാത്രയ്ക്ക് പാലക്കാട് കോങ്ങാട് നിന്ന് പുറപ്പെട്ട 40-അംഗ സംഘത്തിൽ ശ്രീനന്ദയ്ക്കൊപ്പം കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. പശ്ചിമഘട്ട മലനിരയിലെ ബാബ ബുഡാൻഗിരിയിൽ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ടാണ് കുട്ടിയെ കാണാതായത്. എല്ലാ കാത്തിരിപ്പുകളും വിഫലമാക്കി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് തെർമൽ ഡ്രോണിന്റെ മോണിറ്ററിൽ ശ്രീനന്ദയുടെ മൃതദേഹം പതിഞ്ഞത്. കാണാനില്ലെന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നും 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം. മലയടിവാരത്ത് മുകളിലേക്ക് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏറെ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് ചിക്കമംഗളൂരുവിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രം. അപായ സാധ്യത മുന്നറിയിപ്പുകൾ വിനോദസഞ്ചാരികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ന്യൂസ് 18 ചിക്കമംഗളൂരു, പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.